ഗായ്സ്, ഇനി നമുക്കൊരു ട്വീസേഴ്സ് ഉണ്ടാക്കിയാലോ. വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ട്വീസേഴ്സ്. ഈ ട്വീസേഴ്സ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. നമുക്ക് ലുക്കിലൊക്കെ എന്തിരിക്കണില്ലേ, അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ യൂസുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങൾ മതി. അപ്പം നമുക്ക് ഷടപടേ ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. 2 സാധനമുള്ളൂ ഇതിനാവശ്യം. പക്ഷേ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിന് കത്തിരിക്ക എടുക്കണ്ടേ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു സെലോ ടേപ്പ് എടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയാലും ട്രാൻസ്പെറൻ്റ് അല്ലാത്തതായാലും കുഴപ്പമില്ല. സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ നന്നാവും, അത്രേ ഉള്ളൂ. അതിന് തന്നെ നമുക്ക് കുറച്ച് സെലോ ടേപ്പ് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഈ സെലോ ടേപ്പിൻ്റെ വക്ക് തിരിയലാണ്. അത്രയ്ക്കും പാടുള്ള ഒരു ടഫാണ്, അത്രയ്ക്കും പാടുള്ള ഒരു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അവിടെ ഇതേപോലെ സെലോ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുക. ഇഷ്ടമുള്ളത്ര റൗണ്ടിൽ ചുറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇതൊന്ന് സെൻറ്റർ നോക്കിയിട്ട് ഒറ്റ അമർത്തിക്കൽ, അപ്പോൾ പൊട്ടിക്കോളും. ഒരേ ഈക്വൽ സൈസായിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഞാനൊരു ഷേപ്പാക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ടീഷർട്ട്സ് റെഡിയായി. പക്ഷെ ഇതിനായിട്ട് നല്ലത് ആദ്യത്തേതാണ്, എനിക്കൊരു തോന്നൽ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇതിൻ്റെ സൗണ്ടാണ്. എന്നുള്ളൊരൊച്ച പോലെ ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഇവിടെ ഇല്ലാത്തതിനോണ്ടും എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടും ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച്, കണ്ണിൽ കണ്ട സാധനങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് എന്തായാലും വർക്കാണ്. ഈ ഒരു സാധനമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ചാനലിൽ ഉണ്ടാക്കിയ ഒരു ഡബിൾ സൈഡഡ് ടേപ്പാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതാണ് നമ്മൾ വർക്കിംഗ് ആണ് നോക്കുന്നത്. സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ. അല്ല, പോവാൻ പറ്റി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ വട്ടം ആദ്യത്തെ യൂട്യൂബ് ചാനലുള്ള സമയത്ത് ഗീവ് അവേൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ യൂട്യൂബ് ചാനലിന് എന്തൊക്കെയോ സംഭവിച്ചത്. ഏതായാലും സംഭവിച്ചത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 1 മില്യണൊക്കെ എബോവ് ആയപ്പോഴാണ് എന്താ പറയുക, യൂട്യൂബിനത് സംഭവിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗീവ് അവേ ഒക്കെ ആൾക്കാരൊക്കെ കമൻ്റൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും അടിച്ച് കയറി വരണം കേട്ടോ. ഏതായാലും അപ്പം ഗീവ് അവേ പറഞ്ഞത് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തതും ഒരേ സമയത്തായിരുന്നു. ബട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ അക്കൗണ്ടൊക്കെ തുടങ്ങാൻ കുറേ നേരം എടുത്തു. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മടി, നമ്മൾ കൂടെപ്പിറപ്പായതുകൊണ്ട് തന്നെ ഞാനാണെങ്കിലോ അതിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാൻ തന്നെ മറന്നുപോയി. ലാസ്റ്റിലേക്ക് ഉണ്ടാക്കി സെറ്റായി വന്നതായിരുന്നു. ആദ്യത്തെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്തവർക്കറിയാം നമ്മൾ ഗീവ് അവേ ഒക്കെ സെറ്റാക്കിയത്. കുറേ ആൾക്കാർ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വായ കിട്ടാത്തതിനോടാട്ടോ. ഏതായാലും ഗീവ് അവേ പറ്റിയിട്ട് നല്ലോണം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താക്കിയാൽ മതി എന്ന് വെച്ചാൽ, നാളെ വരുന്ന ഒരു വീഡിയോ
എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ പങ്കെടുത്തവർക്കൊക്കെ നല്ലോണം അറിയാൻ സാധിക്കും. ഏതായാലും ആരാന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകും എനിക്കറിയാം. ഗിഫ്റ്റുകളൊക്കെ പറയണമായിരിക്കും. 3 ആൾക്കാരാണ് ഞാൻ സെലക്ട് ചെയ്യുക. 3 ഗിഫ്റ്റുകളുണ്ട്. 2 ഗിഫ്റ്റുകൾ ഓൾറെഡി എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റും കൂടെ എത്താൻ ഉണ്ട്. ഏതായാലും സ്കൂൾ തുറന്നതിന് ശേഷമാണ് ആ സാധനം എത്തുക എന്നുള്ളൊരു സത്യം. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി. ഏതായാലും നാളെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.